കച്ചവടത്തിൽ വലിയ വലിയ മാതൃകകൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. ഒരു നെയ്ത്തുകാരി ഒരു പട്ടുതുണി ഇമാം അബൂ ഹനീഫയുടെ കടയിൽ കൊണ്ടുവന്നു എന്ന എന്ത് തരണം എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു. 100 ദിർഹം തന്നാൽ താങ്കൾ അത് സ്വീകരിച്ചോ എന്നായിരുന്നു ആ നെയ്ത്തുകാരി പറഞ്ഞത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 100 ദിർഹമോ? അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ വിലക്കുണ്ടല്ലോ ഇത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു, എന്നാൽ ഒരു 300 ദിർഹം തരും. 300 ദിർഹമിനൊന്നും പോരാ, അതിനേക്കാൾ കൂടുതൽ വിലക്കുണ്ട്, 400 ദിർഹം അതിൽ ഉറപ്പിക്കാം. സഹോദരി പറയാം, നമ്മൾ അങ്ങോട്ടാണ് വിലപേശാറുള്ളത്, പക്ഷേ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് അങ്ങോട്ട് വില കൂട്ടിക്കൂട്ടി പറയുകയാണ്. അങ്ങനെയാണ് 400 ദിർഹം എന്നും പോരെ സഹോദരി. ഇത് കേട്ടപ്പോ എന്തോ ഒരു അവ്യക്തത, ഇത് കളിയാക്കുകയാണോ? അബൂ ഹനീഫ എന്ന് പറയുന്ന ഈ കച്ചവടക്കാരൻ തന്നെ കളിയാക്കുകയാണോ എന്ന് ആ സഹോദരിക്ക് തോന്നി. ആ മുഖത്തോട്ടൊന്ന് നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. കളിയാക്കിയതൊന്നുമല്ല, നിങ്ങൾ കൊണ്ടുവന്ന ഈ പട്ടുതുണിക്ക് അതിനേക്കാളൊക്കെ വില ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ പറയും അതിന്റെ കൃത്യമായിട്ടുള്ള വില. ആ സഹോദരി തന്റെ ഒരു ബന്ധുവിനെ കൊണ്ടുവന്നു, പട്ടിനെ കുറിച്ച് നന്നായിട്ട് അതിന്റെ വിലയറിയുന്നൊരു ബന്ധു. ആ ബന്ധു ഈ പട്ടുതുണി ഇങ്ങനെ നോക്കിയതിന് ശേഷം അയാൾ പറഞ്ഞു, ഒരു 500 ദിർഹമുണ്ട്, 500 ദിർഹമിന് ഇത് വിൽക്കാവുന്നതാണ്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതാണ് ശരി. 500 ദിർഹം എടുത്തു കൊടുക്കുകയാണ്. ആ സഹോദരി അപ്പോൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അവരെ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി ലാഭം ലഭിച്ചപ്പോ ആ നെയ്ത്തുകാരിക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, എല്ലാ വ്യാപാരികളും ഇത്തരക്കാരായിരുന്നാൽ പട്ട് നെയ്യുന്ന പാവങ്ങൾ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിക്കും. സഹോദരങ്ങളെ, ഒരാൾക്ക് വിലയറിയില്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, ചതിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കച്ചവടത്തിൽ ഒരു നിലക്കും ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല എന്ന വലിയൊരു പാഠം, വിശ്വസ്തതയുടെ വലിയൊരു പാഠം, വഞ്ചന പാടില്ലെന്ന വലിയൊരു മാതൃക ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിലൂടെ സമർപ്പിക്കുകയാണ്.